അപ്പോൾ ഞാൻ മാത്രം വിളിക്കാതിരുന്നിട്ട് എന്താ കാര്യം? നനക്ക് മാത്രം വിളിക്കാതിരുന്ന എന്താ പറ്റുക? ലവ്മാണല്ലോ. എല്ലാവരും വിളി നിർത്തിയിട്ട് വേണം എനിക്ക് വിളിക്കാൻ നിർത്താൻ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ. അനക്ക് മാത്രമാണ് വിളിക്കണ്ടെന്ന് തീരുമാനിച്ചാലും സംഗതി നന്നാവും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് വിളിക്കൽ, നിക്നെയിം, പേര് ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ആ പേര് വളരെ ചീത്തയുമാകുന്നു, ഈമാനിന് ശേഷം ചെയ്യുന്ന തമ്മാടിത്തരവുമാകുന്നു. തമ്മാടിത്തരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ടൈറ്റ് പേര് വിളിക്കൽ. അപ്പോൾ ബന്ധങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്. വേറൊരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കൊടുക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി കേട്ടോ, വെള്ളം ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. ബക്കറ്റ് പിരിവാണല്ലേ നമുക്ക്, അതും അതിൻ്റെ ഇടയിൽ നടന്നോട്ടെ. ചിലപ്പോൾ ഓരോരുത്തരിങ്ങനെ നീച്ചു പോയാൽ ഓലരുന്ന് കായിട്ടൂല. അപ്പം അതുകൊണ്ട് ബക്കറ്റ് പിരിവും ആ വെള്ളത്തിൻ്റെ കൂടെ നടന്നോട്ടെ. ഏതായാലും ഇപ്പോൾ ഒരു കലപൂല ഉണ്ടാവും, ആ കൂട്ടത്തിൽ രണ്ടും കഴിഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ കായ് എടുത്ത് കൈ പിടിച്ചോളി, അതിൻ്റെ ഒപ്പം വെള്ളം കിട്ടുമോ വാങ്ങിയിട്ട് കുടിക്കുകയും ചെയ്താളി ട്ടാ. ഇൻഷാ അല്ലാ രണ്ടും നടന്നോട്ടെ. അന്ത ഉമ്മുൻ ചെല്ലി, അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ. അപ്പോൾ ബന്ധങ്ങൾ കുറേ ഉണ്ട്. ബന്ധമുള്ളവരെയാണ് ബന്ധു എന്ന് പറയുന്നത്. ബന്ധമുള്ള ആൾക്കാർക്കാണല്ലോ നമ്മൾ ഈ ബന്ധു എന്ന് പറയാം. പിന്നെ ബന്ധു എന്ന് നമ്മൾ ഇന്ന് അർത്ഥം വെക്കുന്നത് വേറെ അർത്ഥത്തിലാണ്, അതിലേക്ക് ഞാൻ വരാം. ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ബന്ധു എന്ന് പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സാഹോദര്യ ബന്ധം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധമാണ് മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബന്ധം. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിൽക്കാൻ 10 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. എന്നാലാണ് ബന്ധം നിലനിൽക്കുക. ഒന്നാമത്തെ കാര്യം